റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു 50 ദിവസം സമയം തരാം, അതിനുള്ളിൽ നല്ലൊരു തീരുമാനം പറഞ്ഞേ മതിയാകൂ എന്ന് ചില ദിവസങ്ങൾക്ക് മുൻപ് തന്നെ, അതായത് ഈ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ട്രംപ് പുടിനൊരു സമയപരിധി നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്ത 50 ദിവസമൊന്നും ശരിയാകില്ല, ഇതിനകം തന്നെ ഒരുപാട് ദിവസങ്ങൾ തന്നു കഴിഞ്ഞു, വെറും 12 ദിവസം. ഈ 12 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ തീരുമാനം പറഞ്ഞേ മതിയാകൂ. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കൃത്യമായ ശരിയായ തീരുമാനം എടുത്തേ മതിയാകൂ. അങ്ങനെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെയും റഷ്യൻ ചരിത്രത്തിൽ നൽകാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങളും അതിനു മുകളിലുള്ള ചില പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ നടപടികളും ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ്. എത്രയും പെട്ടെന്ന് ഒരു സമാധാന ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകണം. സമാധാനം കൊണ്ടുവരണം എന്നുള്ളൊരു ഭീഷണിയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്, റഷ്യ 12 ദിവസത്തിനുള്ളിൽ ഈ സീസ് ഫയറിന് സമ്മതിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ ഈ അസിമെട്രിക് വാർഫെയർ അവിടെ ഉണ്ടാകും. നേരിട്ട് ശത്രുക്കളെ ആക്രമിക്കുന്നതിന് പകരം സൈക്കോളജിക്കലി ആക്രമിക്കുക. കൂടാതെ അവരെ ഏത് തരത്തിലെല്ലാം നേരിട്ട് ആക്രമിക്കാതെ തന്നെ എങ്ങനെയെല്ലാം അവരെ തകർക്കാൻ, പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനൊക്കെ കഴിയുമോ ആ രീതിയിലെല്ലാം അമേരിക്ക ചെയ്യാൻ തുടങ്ങും. ഇതിന്റെ സാധ്യതകൾ എന്തെല്ലാമായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ എന്നത് മുൻപ് യൂറോപ്യൻ യൂണിയനെയും അവരുടെ ചില പാർട്ട്നേഴ്സിനെയുമാണ് 2022 മുൻപുവരെയും വിശ്വസിച്ചിരുന്നത്. എന്നാൽ 2022 റഷ്യ ഉക്രൈൻ ഈ യുദ്ധം വന്നതിന് ശേഷം റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ സ്റ്റേബിളായ ഒരു സ്ഥാനത്തായിരുന്നില്ല. ഒരുപാട് കയറ്റവും ഇറക്കവും ഉണ്ടായിരുന്നു. സമ്പദ് വ്യവസ്ഥ പല ഘട്ടങ്ങളിലായി ബാധിക്കപ്പെട്ടു. ഈ ഒരു യുദ്ധകാല എക്കണോമി ഉണ്ടല്ലോ, വാർമോഡ് എക്കണോമി, ആ ഒരു പാതയിലാണ് ഇപ്പോൾ റഷ്യയുടെ സൈന്യവും സമ്പദ് വ്യവസ്ഥയും അവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ റഷ്യ ഒരുപാടിടങ്ങളിലെ സമ്പദ് വ്യവസ്ഥയിൽ വളരുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ വാർമോഡ് എക്കണോമി, ഈ വാർ ടൈം എക്കണോമി, ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട നേട്ടം തന്നെ മറ്റ് ചിലവുകൾ ഗവൺമെന്റിനെ കൊണ്ട് കുറയ്ക്കാൻ സാധിക്കും. ഈ സിറ്റിസൺസിന് നൽകേണ്ട പദ്ധതികളൊക്കെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരിലേക്ക് പോകുന്ന ചില പ്രധാനപ്പെട്ട ഈ ഗവൺമെന്റിൽ നിന്നും പോകുന്ന പ്രധാനപ്പെട്ട സഹായങ്ങളൊക്കെ കട്ട് ചെയ്യുക. ഇങ്ങനെ ഈ ചിലവുകളെല്ലാം കുറച്ച് ഇവിടെ 24/7 അവരുടെ ഇൻഡസ്ട്രീസിനെ ഇങ്ങനെ റൺ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ റൺ ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ വരുമാനം ഇങ്ങനെ കൂടുന്നത് പോലെ തോന്നാം. പക്ഷേ ആ കൂടുന്ന വരുമാനം ഇവർക്ക് ശരിയായി ചിലവാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവരുടെ ഈ ഒരു വളർച്ച എന്നതൊരു മിഥ്യ പോലെയാണ്. വളർച്ച അങ്ങനെ ഉയരുന്നത് പോലെ തോന്നും, ഒരു വളർച്ച അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് പോലെ തോന്നും. റഷ്യയും അതേ സാഹചര്യത്തിലാണുള്ളത്. ഈ യുദ്ധം വളരെ കാലം ഇങ്ങനെ നീണ്ടുകൊണ്ടു പോവുകയാണെങ്കിൽ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയും വളരുന്നത് പോലെ തോന്നാം. എന്നാൽ ഒരു ഘട്ടത്തിന് ശേഷം പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കുമ്പോൾ എത്രത്തോളം അത് വേഗത്തിലാണോ ഈ സമ്പദ് വ്യവസ്ഥ മുകളിലേക്ക് കയറിയത്, അതിനേക്കാൾ വേഗതയിൽ താഴേക്ക് തകർന്നു വീഴാൻ സാധ്യതയുണ്ട്. ഇത് പുടിനും നന്നായി തന്നെ അറിയാം. ഈ സാഹചര്യത്തിൽ അമേരിക്ക 12 ദിവസത്തെ ഒരു സമയപരിധി പുടിൻ നൽകിയിട്ടുണ്ട്. ഈ നൽകിയ ഈ 12 ദിവസത്തെ സമയം, ഈ സമയത്തിൽ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇന്നാണ് അവസാനത്തെ തീയതി, അല്ലെങ്കിൽ അടുത്ത 1 മണിക്കൂറിനുള്ളിൽ ആ സമയപരിധി അവസാനിക്കും എന്നൊരു സാഹചര്യം വന്നാൽ അമേരിക്ക എന്തായിരിക്കും റഷ്യയോട് ചെയ്യാൻ പോകുന്നത്? ഏത് തരത്തിലെല്ലാം അവരെ കൗണ്ടർ ചെയ്യുമെന്ന് നോക്കിയാൽ, റഷ്യയുടെ ഈ റൂബൽ വാല്യൂ വളരെ കുറയ്ക്കും. ഇപ്പോൾ റൂബലിന്റെ വാല്യൂ സംബന്ധിച്ച് ഏകദേശം ഇന്ത്യൻ രൂപയേക്കാൾ വളരെ താഴെയാണുള്ളത്. അപ്പോൾ അവരുമായി ട്രേഡ് ചെയ്യുന്ന ഈ പാർട്ട്നേഴ്സിനെ സ്വിഫ്റ്റ് പ്രോഗ്രാമിൽ നിന്നും പുറത്തേക്ക് എടുക്കുക, അവരുടെ കറൻസി ഒരുപാടിടങ്ങളിൽ നിരോധിക്കുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകം തന്നെ അമേരിക്ക നൽകിയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം വീണ്ടും അവർ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. അതായത് റഷ്യയുമായി ഡീലിലുള്ള എല്ലാവരിലും ഒരു സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയാൽ വീണ്ടും അവർക്ക് ഒരുപാട് ടൈറ്റ് ആകാൻ തുടങ്ങും. തുറന്നെ ഒരു കാര്യം പറയാം, വീണ്ടും റഷ്യയുടെ പക്കൽ നിന്നും പല രാജ്യങ്ങളും ഓയിൽ വാങ്ങുന്നുണ്ട്. ഇത് അമേരിക്കയ്ക്കും അറിയാം. എല്ലാ തവണയും സാമ്പത്തിക ഉപരോധം നൽകും എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക ആയാലും യൂറോപ്യൻ യൂണിയൻ ആയാലും നിങ്ങൾ പൂർണ്ണമായും റഷ്യയുടെ എണ്ണ ഒഴിവാക്കണം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും നൽകിയിട്ടില്ല. പക്ഷെ അവരവിടെ ചെയ്യുന്നത്, നിങ്ങൾ 1000 ലിറ്ററാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഇനി അത്രയൊന്നും വാങ്ങണ്ട, ഒരു 900 ലിറ്റർ വാങ്ങുക, 100 ലിറ്റർ അവിടെ കുറയ്ക്കുക എന്നത്. പക്ഷെ പ്രസ് റിലീസിൽ പറയുന്നത് റഷ്യൻ ഓയിൽസ് ഇതിനു ശേഷം ആരും വാങ്ങാൻ പാടില്ല, അങ്ങനെ വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തും. പക്ഷെ പുറകിലൂടെ 100 ലിറ്റർ മാത്രം കുറച്ചിട്ട് 900 ലിറ്റർ അങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്നു. രണ്ടാമത്തെ സെറ്റ് ഓഫ് സാമ്പത്തിക ഉപരോധം വന്നപ്പോൾ എങ്ങനെ പറഞ്ഞാലും കേൾക്കുന്നില്ലല്ലോ. അപ്പൊ 900 ലിറ്റർ അല്ലേ ഇതുവരെ വാങ്ങിക്കൊണ്ടിരുന്നത്, അതിലൊരു 200 ലിറ്റർ കുറച്ചിട്ട് 700 ലിറ്റർ മാത്രം ഇനി വാങ്ങിയാൽ മതി. എന്നാൽ വാങ്ങുന്നത് ഡോളർ ട്രേഡിൽ മാത്രമേ ചെയ്യാവൂ.
റഷ്യയുടെ ലോക്കൽ കറൻസിയിൽ ചെയ്യാൻ പാടില്ല. ഇത് രണ്ടാമത്തെ ഘട്ട സാമ്പത്തിക ഉപരോധമായി തന്നെ മാറും. ഇങ്ങനെ ചെയ്ത് ഇപ്പോൾ ഏത് ലെവലിലെത്തി എന്നറിയണ്ടേ? ഈ 1000 ലിറ്റർ വാങ്ങിയ സ്ഥാനത്ത് ഇപ്പോൾ ഒരു 300 ലിറ്റർ വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് പല രാജ്യങ്ങളും എത്തിയത്. ഇതൊരു കണക്കിന് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. എന്നാൽ ഇപ്പോഴും റഷ്യയുടെ ഓയിൽ പൂർണ്ണമായും ഏതൊരു രാജ്യവും അങ്ങനെ ഒഴിവാക്കിയിട്ടില്ല. അത്തരമൊരു സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നൽകാനും കഴിയില്ല. എന്നാൽ ഇപ്പോൾ ട്രംപ് നടത്തിയ അടുത്ത വലിയൊരു ഭീഷണി ഈ 0% റഷ്യൻ ഓയിൽസ് വാങ്ങുന്ന പദ്ധതി, അതിൻ്റെ സാങ്ഷൻസ്, എക്കണോമിക്കൽ ബ്ലോക്കേഡ് ഞങ്ങൾ റഷ്യയ്ക്ക് നൽകുമെന്നുള്ളതാണ് അടുത്ത ഈ ട്രംപിൻ്റെ അറിയിപ്പ്. സത്യത്തിൽ ഇത് ലോകത്തിന്റെ, പ്രധാനമായും യൂറോപ്പിന്റെ മാർക്കറ്റിനെ തന്നെ അങ്ങ് തകർത്ത് കളയും. കാരണം ഇതിന് അമേരിക്ക പറയുന്നത് ഇതല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല. പുടിൻ ഇവിടെ സമാധാന ചർച്ചയ്ക്ക് കൊണ്ടുവരണം, അയാളെ മുട്ടുകുത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളതുമാണ് അമേരിക്കയുടെ ഒരു വാദം. ഇത് സാമ്പത്തികപരമായിട്ടാണ്. അടുത്ത റഷ്യയുടെ ഓയിൽ കൈവയ്ക്കുക എന്നുള്ളത് റഷ്യയുടെ പൂർണ്ണ ഫ്യൂസിനെയും ഊരിക്കളയുന്നതിന് തുല്യമാണ്. ഇപ്പോഴും ഈ ഒരു സെക്കൻഡ് പോലും അവർക്ക് 60% ഇൻകം ലഭിക്കുന്നതും ഈ ഓയിൽ വഴിയും പെട്രോളിയം പ്രോഡക്ട്സ് വഴിയുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമായല്ലോ. രണ്ടാമത്തേത്, മറ്റ് സാമ്പത്തിക ഉപരോധം അവിടെ വർദ്ധിപ്പിക്കും. ഒരുപാട് ക്രിട്ടിക്കൽ ടെക്നോളജീസ് ഞങ്ങൾ റഷ്യയ്ക്ക് നൽകില്ല എന്ന് പല രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇവിടെയുള്ള ഒരു വലിയ ലൂപ്പ് ഹോൾ എന്താണെന്ന് അറിയണ്ടേ? ഡുവൽ യൂസ് ഗുഡ്സ് എന്ന കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ സാധാരണ ഒരു എയ്സ് നിങ്ങൾ ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫോൺ തന്നെ നിങ്ങൾക്ക് ഉദാഹരണമായി എടുക്കാം. ഈ ഫോണിൽ ഉപയോഗിക്കുന്ന ഇതേ മൈക്രോ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇതിലുള്ള ഈ ബോട്ട്സ്, ആ സിമ്മിൻ്റെ മൊഡ്യൂൾ ഉപയോഗിച്ച് ഒരു ജെറാനിയൻ ഡ്രോൺ അതിൻ്റെ കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങളെ കൊണ്ട് മേയ്ക്കാൻ സാധിക്കും. ഒരു ജെറാനിയൻ ഡ്രോൺസ് മേയ്ക്കാൻ എത്രത്തോളം സെറ്റപ്പാണോ നിങ്ങൾക്ക് ആവശ്യമായി വരുന്നത്, അതേ സെറ്റപ്പിലൂടെ തന്നെ അവിടെ ഒരു മിനി മിസൈലിൻ്റെ കോൺഫിഗറേഷൻ റഷ്യയെ കൊണ്ട് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഡ്യുവൽ ഗുഡ്സിൻ്റെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഈ ബാൻ എല്ലാം റഷ്യയ്ക്ക് വലിയ രീതിയിൽ നൽകിയിട്ടില്ല. 25%, 29% ഓഫ് ഗുഡ്സിന് മാത്രമാണ് ഉപരോധമുള്ളത്. അതായത് ഈ പുറമെ കാണാൻ കഴിയുന്ന ഗുഡ്സിന് മാത്രമാണ് റഷ്യയ്ക്ക് സാങ്ഷൻസ് ഉള്ളത്. ഇപ്പോൾ 60%-ലധികം ബാൻ ഡബിൾ ആക്കിയിട്ട് പോരാത്തതിന് കൂടെ തന്നെ ഡുവൽ യൂസ്ഡ് ഗുഡ്സിനും ഒരു വലിയ ബ്ലോക്കേഡ് നൽകാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു വാണി. ഇത് സംഭവിച്ചാൽ റഷ്യയുടെ ഡ്രോൺ പ്രൊഡക്ഷൻ മുതൽ എല്ലാം തന്നെ ബാധിക്കപ്പെടും. അവിടെ പക്കൽ റിസോഴ്സ് എത്രയുണ്ടെന്ന് അറിയില്ല. റിസോഴ്സ് അവിടെ പക്കൽ പൂർണ്ണമായും ഇല്ല. ഈ ഡെയിലി എക്സ്പോർട്സിന് വിശ്വസിച്ച് മാത്രമാണ് അവർ പോകുന്നതെങ്കിൽ 2-3 ദിവസം പോലും അവരെ കൊണ്ട് താങ്ങാൻ സാധിക്കില്ല. ഇതൊരു കണക്ക്. മൂന്നാമതുള്ളത് ഫോറിനിലുള്ള അവരുടെ റിസോഴ്സ് ആണ്. ഒരു 300 ബില്യണിലധികം യൂറോപ്യൻ കോണ്ടിനെന്റിലും അമേരിക്കയിലും റഷ്യയുടെ റിസോഴ്സ് ഉണ്ട്. ഇതിൽ 150 അല്ലെങ്കിൽ ഒരു 154 ബില്യൺ അത് മാത്രമാണ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം റഷ്യയ്ക്ക് പാർഷ്യൽ റവന്യൂ നൽകുന്നുണ്ട്. അതായത് ഡയറക്റ്റ് റഷ്യൻ ഗവൺമെന്റിൽ വന്നില്ലെങ്കിൽ പോലും അത് സംബന്ധിക്കുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ കമ്പനീസിലോ പോകുന്നുണ്ട്. പാർഷ്യൽ റവന്യൂ അതുവഴി ജനറേറ്റ് ആകുന്നുണ്ട്. ഇപ്പോൾ ഈ 300 ബില്യണെയും ഞങ്ങൾ ലേലത്തിൽ വിടാൻ താല്പര്യമുണ്ട്. റഷ്യയുടെ പ്രോപ്പർട്ടീസ് സീൽ ചെയ്ത് അതിനെ ഞങ്ങൾ സെയിൽ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെന്നും പറയുന്നുണ്ട്. ഈ 300 ബില്യൺ അസറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു ഉദാഹരണം പറയാം. റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നുണ്ടല്ലോ. ഈ യുദ്ധത്തെ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം നടത്തിക്കൊണ്ടു പോകാൻ റഷ്യയ്ക്ക് എത്രത്തോളം ചിലവാണോ വേണ്ടി വരിക, അത്രയും ചിലവ് ഈ ഒരു അനൗൺസ്മെന്റ് വഴി തന്നെ അമേരിക്ക കൊണ്ട് തടയാൻ സാധിക്കും. അടുത്തത് ക്രിട്ടിക്കൽ ടെക്നോളജീസ് ഷെയർ ചെയ്യുന്ന ഈ സെമി കണ്ടക്ടേഴ്സും ചിപ്സുമാണ്. ഡുവൽ യൂസ്ഡ് ഗുഡ്സ്, അതായത് ഒരു വസ്തുവിന് തന്നെ നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ ഈ ഡയറക്റ്റ് മിലിറ്ററി ഗ്രേഡ് ചിപ്സും മിലിറ്ററി ഗ്രേഡ് സെമി കണ്ടക്ടേഴ്സും പ്രത്യേക ചില കമ്പനികളുടെ പക്കൽ നിന്നുമാണ് റഷ്യ വാങ്ങുന്നത്. റഷ്യയുടെ പക്കൽ ഇങ്ങനെയുള്ള കമ്പനീസുകളൊന്നും കൂടുതലായി ഇല്ല. പല കമ്പനീസുമായും ടൈപ്പുമില്ല. മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന സഹായത്തിലൂടെയാണ് ഇതെല്ലാം ലഭിക്കുന്നത്. അതെല്ലാം പൂർണ്ണമായും അമേരിക്ക കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ സ്റ്റോപ്പ് ചെയ്താൽ റഷ്യ എന്ന ഒരു രാജ്യം തന്നെ തകർന്നു പോകും. റഷ്യ തകർന്നാൽ യൂറോപ്യൻ യൂണിയൻ സ്റ്റേബിൾ ആയിരിക്കില്ല, യൂറോപ്യൻ ഭൂഖണ്ഡം സ്റ്റേബിൾ ആയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കമ്പനികളുടെ പക്കൽ നിന്ന് വരുന്ന ഈ സഹായം ഞങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഈ ടെക് പ്ലാറ്റ്ഫോം. ഇതിനുമപ്പുറം സൈബർ വാർഫെയറും സൈക്കോളജിക്കൽ വാർഫെയറുമാണ്. ഈ സൈബർ വാർഫെയറിനെ സംബന്ധിച്ച് ആവറേജ് റഷ്യയിൽ ഒരു ദിവസം തന്നെ 15 മുതൽ 18 തവണ സൈബർ അറ്റാക്ക് നടത്താൻ ശ്രമിച്ചതായി ക്രെംലിൻ തന്നെ ഒഫീഷ്യലായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഹാക്കേഴ്സ് നെറ്റ്വർക്കും ഞങ്ങളുടെ സൈബർ വാർഫെയർ ടീമും ഇതിൻ്റെ ഒരു യൂണിറ്റും റഷ്യയെ സേവ് ചെയ്യാനായി നിരന്തരം പലതരത്തിലുള്ള ശ്രമങ്ങൾ എടുക്കുന്നുവെന്നാണ് പറയുന്നത്. അടുത്തൊരു സൈബർ അറ്റാക്ക് സംഭവിച്ചാൽ, റഷ്യക്കെതിരെ ഒരു സൈബർ യൂണിറ്റിന്റെ അറ്റാക്ക് സംഭവിച്ചാൽ അത് ഗവൺമെന്റിനെ മാത്രമായിരിക്കില്ല ബാധിക്കുന്നത്. ഇൻഡിവിജ്വൽസിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസും എടുത്ത് അവിടെ ഷെയർ ആകും. അത് സംബന്ധിക്കുന്ന ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ മോഷ്ടിച്ച് വിൽക്കുക. ഇങ്ങനെ ഒരു ദിവസം 15-18 അറ്റംപ്റ്റ് നടക്കുന്ന സമയത്ത് 100 കണക്കിന് അറ്റംപ്റ്റ്സ് ആയിരിക്കും പിന്നീട് സംഭവിക്കാൻ തുടങ്ങുക. അങ്ങനെ നോക്കിയാൽ
ചുറ്റി വളഞ്ഞ് എല്ലാ ഭാഗങ്ങളിലൂടെയും റഷ്യയിൽ സ്ട്രൈക്ക് നടത്താനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത്. ശരി, ഇതൊക്കെ പ്രായോഗികമായി പോസിബിൾ ആണോ? കാരണം ഇത് ട്രംപ് പറഞ്ഞതല്ലേ. 24 മണിക്കൂറിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ്. പിന്നീട് ഒരു 50 ദിവസത്തെ ടൈം ലൈൻ കൊടുത്തിട്ട് ഇതിപ്പോൾ 12 ദിവസത്തെ ഒരു സമയപരിധിയിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം പ്രായോഗികമായി നടക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ പാർഷ്യലി ഇത് പോസിബിൾ ആയ ഒരു പ്രോസസ്സ് തന്നെയാണ്. കാരണം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അമേരിക്കയെ കൊണ്ട് അങ്ങനെ പൂർണ്ണമായും കട്ട് ചെയ്യാൻ കഴിയില്ല. അതിനുള്ള ചില പ്രശ്നങ്ങളുമുണ്ട്. റഷ്യയുടെ ലോക്കൽ കറൻസി വാല്യൂ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ 2018 ഇറാനിൽ എക്കണോമിക്കലി എന്തൊരു കാര്യമാണോ അമേരിക്ക ചെയ്തത്, അതായത് ന്യൂക്ലിയർ ഡീലിലേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോവുക, അതിന് പിന്നിൽ വീണ്ടും ചില എക്കണോമിക് ഇഷ്യൂസ് ഒക്കെ നടന്നല്ലോ, അതേ സമാനമായ പ്രശ്നം. അതുപോലെ 2017 നോർത്ത് കൊറിയക്കെതിരെ ഇവർ എന്ത് പ്രശ്നമാണോ ചെയ്തത്, ഇതൊക്കെ തന്നെയാണ് റഷ്യക്കെതിരെയും ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇവിടെ മറ്റ് രാജ്യങ്ങളെ ഐസൊലേറ്റ് ചെയ്യുന്നതിനും റഷ്യയെ ഐസൊലേറ്റ് ചെയ്യുന്നതിനും നിരവധി വ്യത്യാസം തന്നെയുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്. എന്നാൽ മേജറായ ഒരു ഹബ് അല്ലെങ്കിൽ മേജറായ ഒരു പ്രൊഡക്ഷൻ അവിടെ പക്കലില്ല. നോർത്ത് കൊറിയയെ സംബന്ധിച്ചിടത്തോളം അവിടെ പക്കൽ പറയത്തക്ക വലിയ റിസോഴ്സ് ഒന്നും തന്നെ ഇല്ല. എന്നാൽ റഷ്യ എന്നത് ഗ്ലോബൽ ഓയിൽ സപ്ലൈ ചെയിനിൽ 12% റഷ്യയിൽ നിന്നാണ് പോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവരെ പൂർണ്ണമായും അങ്ങനെ മാറ്റിവെച്ചിട്ട് അമേരിക്കയെ കൊണ്ട് ഒരു നീക്കം നടത്താൻ കഴിയില്ല. നീക്കമൊക്കെ ചെയ്യാം. അമേരിക്കയുടെ പക്കലുള്ള റിസോഴ്സ് കൊണ്ടുവന്ന് മാർക്കറ്റിനെ സ്റ്റേബിൾ ചെയ്യാനൊക്കെ ശ്രമിക്കും. പക്ഷേ അവിടെയും അമേരിക്ക വലിയൊരു ഗെയിം പ്ലാൻ വെച്ചിട്ടുണ്ടാകും. അവരുടെ ഓയിൽ കൂടുതൽ റേറ്റിനങ്ങ് വിൽക്കും. ഇപ്പോഴും അങ്ങനെയാണ് നൽകുന്നത്. അതായത് റഷ്യയുടെ പക്കൽ നിന്നും 1000 ലിറ്റർ വാങ്ങുന്നതിന് പകരം 900 അല്ലെങ്കിൽ 800-700 ലിറ്റർ വാങ്ങിയാൽ മതി എന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ബാക്കിയുള്ള ഈ 100 ലിറ്ററും 200 ലിറ്ററും ഒക്കെ അമേരിക്കയിൽ നിന്നുമാണ് ആ രാജ്യങ്ങൾ വാങ്ങുന്നത്. അങ്ങനെ വാങ്ങുന്ന ഓയിലും 10 രൂപയ്ക്ക് കൊടുക്കുന്നതിന് പകരം 12 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു വലിയ ഗെയിം പ്ലാൻ എന്നത് റഷ്യയ്ക്ക് പുറകിൽ നടക്കുന്നുണ്ട്. ഇതിൽ റഷ്യയെ കഴിയുന്നത്ര കോർണർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതിനുശേഷം എന്തെല്ലാം സംഭവിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. റഷ്യ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു റിസ്കിലാണ്. മിലിറ്ററി വൈസിലല്ല, എക്കണോമിക്കൽ വൈസ് ഒരു വലിയ പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് അവർ ഉള്ളത്. ഇപ്പോൾ റഷ്യ ഒരടി പതറി വീണാൽ പല അടികളോളം പാതാളത്തിലേക്ക് അവരുടെ എക്കണോമി പതിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ട്രംപ് ഇപ്പോൾ ഒരു ഭീഷണി നൽകിയിട്ടുണ്ട്. ഇതിനെ പുടിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമോ? ഇതിനെ കൗണ്ടർ ചെയ്യാൻ റഷ്യ എന്തെല്ലാം ചെയ്യും? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഓയിസ് ഓവിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.